ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പ്രിയങ്ക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റണ 2 ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസിൻ്റെ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ കഴിക്കണമെന്നില്ല, 4 മണിക്ക് വേണമെങ്കിൽ പലഹാരമായിട്ട് കഴിക്കാം. കുഞ്ഞു കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇത് രണ്ടിലും ചേർക്കണ കൂട്ട് സെയിമാണ്. അപ്പോൾ ആദ്യം ഊത്തപ്പാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. രണ്ടാമത്തത് മസാല എഗ് സാൻഡ്വിച്ച്. അപ്പോൾ ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശ തവ ചൂടാക്കി വയ്ക്കാം. ഇനി ഒരു പ്ലേറ്റിൽ ഞാനിവിടെ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, ക്യുക്കുംബർ എടുത്തിട്ടുണ്ട്. ക്യുക്കുംബർ ഓപ്ഷണലാണ്, കുറേ ആളുകൾക്ക് അത് ഇഷ്ടമല്ല. പിന്നെ ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്, കുഞ്ഞു കഷ്ണങ്ങളല്ല. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മല്ലിയില, അത് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നടുവിൽ നമ്മുടെ ജിഞ്ചല്ലി ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ മേലെ തക്കാളി ഇട്ട് കൊടുക്കുക, കുക്കുംബർ ഇട്ട് കൊടുക്കുക, ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, ഇട്ട് കൊടുക്കുക. ഈ ദോശ ബാറ്റർ ഭയങ്കര ലൂസായിട്ടുള്ള ബാറ്റർ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആകെ പരന്നു പോകും. കുറച്ച് കട്ടിയുള്ള മാവായിരിക്കണം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്കാവാൻ വേണ്ടിയിട്ട്. ഇതേപടി ഇങ്ങനെ പോളകളൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി എരിവ് ഓരോരുത്തരുടെ അനുസരിച്ച് ഒന്നുകിൽ പച്ചമുളക് ചേർക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ബാറ്ററിൽ നന്നായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവട്ടെ. ഇതിനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇതിങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതിനി ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് വേവട്ടെ. ഒരു 1-1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുണ്ടായിരുന്ന തക്കാളിയും ക്യുക്കുംബറും മല്ലിയിലയും പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ. ഇനി ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നത് ഒരു നുള്ളുള്ളൂ കേട്ടോ, അത് ഞാൻ കളഞ്ഞില്ല, അതും കൂടി ഞാൻ കുറച്ച് ചേർത്തു. പിന്നെ ഇതേ സവാള, കുഞ്ഞുള്ളി ഞാൻ കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 2 മുട്ട ഇതിലോട്ട് ചേർക്കാം. ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബട്ടർ പറ്റിയിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലൊരു സൈഡ് മാത്രം കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളൂ, അപ്പുറത്തെ സൈഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ഒന്നിങ്ങ ചട്നിയുടെ ഒപ്പം സെർവ് ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കെച്ചപ്പിൻ്റെ ഒപ്പമാണ് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതും